ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ പ്രേമമാണല്ലോ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ രേണുസുവിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രെയിനിൽ ഒരു പ്രേമമുണ്ടെന്ന് പറഞ്ഞു. ആ പ്രേമത്തെ പറ്റി പറയാനും ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ കവിതാക്കളുടെ ഒരു സ്ഥിരം കേന്ദ്രം ഒന്നെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ KSRTC ബസ്. ഈ നഗ്നതാ പ്രദർശനമൊക്കെ നടത്തുന്ന ഈ എന്താ പറയുക KSRTCയിലാണല്ലോ. ട്രെയിനും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ട്രെയിനിൽ കൂടുതൽ സൗകര്യമാണ്. ബാത്റൂം ഉണ്ട്, അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ആളില്ലാത്ത കമ്പാർട്ട്മെൻറ്റ് കയറിയിരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ നിന്നൊക്കെ എന്ത് പോകൃത്തിനും ചെയ്യാം. അപ്പോൾ ഒരു സ്ത്രീ ഇത് വ്യക്തമായിട്ട് അത് സ്വകാര്യമായിട്ട് ആ വീഡിയോ അവർക്ക് അങ്ങനെ കിട്ടുന്നറിയാം. ഇനി അവർ പകർത്തിയാണ് എന്തെന്നുള്ള അറിയത്തില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാനുണ്ടേ. ഉള്ളവർ പറയണതാണ് കേട്ടോ. പക്ഷെ ശരിക്കും ഇത് പ്രേമമാണ്. ഇതിങ്ങനെ പ്രേമം അടക്കാൻ പറ്റാത്ത പ്രേമം എന്ന് പറയുമ്പോൾ കാമം അതും കൂടി മിക്സ് ചെയ്യുന്നതാണ് ഈ പ്രേമം. പ്രണയം എന്ന് പറയുമ്പോൾ മാംസനിബന്ധമല്ലാത്ത രാഗമാണ് ഈ പ്രണയം. അപ്പോൾ ഈ പ്രേമം ഇങ്ങനെ മൂത്ത് 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 ഉള്ളടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ട്രെയിനാണെന്നോ അല്ലെങ്കിൽ ബസ്സാണെന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പാണെന്നോ ക്ലാസ് മുറിയാണെന്നൊന്നും ഈ ചേട്ടനും ചേച്ചിമാർക്കൊന്നും ബോധോദയം ഉണ്ടാവില്ല. അവർക്ക് ഉള്ളിലുള്ള ആ ഒരു തീ അണയാനുള്ളൊരു വെപ്രാളായിരിക്കും ഉണ്ടായിരിക്കുക. കുറ്റം പറയാനും പറ്റില്ല. ഏത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും അതാത് സമയത്ത് നേടാൻ കഴിയുന്നതാണ് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതങ്ങനെ തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, അതൊരു ട്രെയിനാണ് എന്നുള്ളത് അങ്ങോട്ട് മറന്നു. പക്ഷേ മുകളിലെല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു വാക്യാർത്ഥത്താകുന്നത് അവിടെ അപ്പോഴാണ്. പരിസരബോധം എന്നുള്ളൊരു കാര്യം അപ്പോൾ അവർ മറന്നുപോയി. പരിസരബോധം കുറച്ചുണ്ടാവാമായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസരത്തിൽ എങ്ങനെ പരിസരം ശ്രദ്ധിക്കും എന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആത്മനിയന്ത്രണമില്ലാത്ത കമിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ആൾക്കാരിങ്ങനെ പലതും പറയും, അതൊന്നും നിങ്ങൾക്ക് നോക്കണ്ട. കാരണം കുടുംബത്തിൽ കണ്ടില്ലേ? അതാണ് ആ വീഡിയോ. എന്തായാലും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഈ പ്രേമം. കാരണം ഇവരൊക്കെ നാണോ മാനം എന്ന് പറയുന്നില്ല. തൊട്ട് അടുത്തുകൂടെ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ പബ്ലിക്കായിട്ട് അവരെ എവിടെയെങ്കിലും അല്ല വേണ്ട വല്ല മാന്തോപ്പിലോ അല്ലെങ്കിൽ വല്ല പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയിക്കട്ടെ. ഏതെങ്കിലും പാർക്കിലും അവിടെയൊക്കെ എന്തൊക്കെ വൃത്തികൾ തോന്നി അതെങ്കിലും കളിക്കുന്നു. അല്ലെങ്കിൽ ബെഡ്റൂം എടുക്കട്ടെ, ബെഡ്റൂമിലോ ലോഡ്ജിലോ ഹോട്ടലിലോ ഒക്കെ റൂം എടുക്കാമല്ലോ. ഈ ട്രെയിനിൽ എത്രയോ ആൾക്കാർ കാണുന്നതാണ്. ഈ നസീറിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പഴയ പടങ്ങളിലൊക്കെ മരം ചുറ്റി പ്രേമം, അതേപോലെ ഈ അവളുടെ രാവുകളിലൊക്കെ സിനിമകളിലൊക്കെ ആണല്ലോ അധികം ഇങ്ങനത്തെ. അന്നത്തെ കാലത്തൊക്കെ സിനിമയിലൊക്കെ ആണെന്നുണ്ട്. ഇപ്പോൾ സിനിമയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ, ഒരു സിനിമയാണ്, ഒരു അഭിനയമാണെന്ന് വെക്കുക. ഈ പബ്ലിക്കായിട്ട് ഈ പൊതു വൃത്തികേട് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? കണ്ണുകൾ കണ്ണുകൊണ്ടിടഞ്ഞു പ്രേമം ദിവ്യ പ്രേമം എന്ന് പറഞ്ഞ പോലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ലേ? മെല്ലയൊന്നു പാടുന്നീരാവുണർത്തുമോ കണ്ടില്ലേ? അപ്പോൾ അതാ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. മനസ്സിലായില്ലേ? ഇതിവിടെ നല്ല എവിടെ ആയാലും, ട്രെയിനിലായാലും ബസ്സിലായാലും എവിടെയാണ് അവർക്ക് ഈ കാമകേളികൾ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെ കിട്ടുന്നോ അവിടെയൊക്കെ ഈ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിയമം അങ്ങനെ ഉണ്ടാവും. ഈ നിയമത്തെ പറ്റി ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. നിയമം അങ്ങനെ നടക്കും. നിയമത്തിൻ്റെ വഴി കൂടെ ഇങ്ങനെ വഴിയെ പോവുകയാണ്. അപ്പോൾ ആ വഴിയാണ് ഇപ്പം ആളുകൾ നടക്കുന്നത്. എന്തൊക്കെ വൃത്തികേടാണ് നടക്കുന്നത് അറിയോ? ദിവസം പൊണ്ണും ചെറുക്കിനും കൂടി ഹോട്ടലുകളിൽ റൂം എടുക്കുക, ലോഡ്ജ് റൂം എടുക്കുക. വില കൂടുതലാണെങ്കിൽ ഹോട്ടലിനോ റൂമിനൊക്കെ വില ജാസ്തിയാണെന്നല്ല പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് 350, 450-ൻ്റെയൊക്കെ റൂം ഉണ്ടെന്നാണ് നോക്കുന്നത്. കാരണം ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെ 2 മണിക്കൂറോ അല്ലെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ആവും ചിലപ്പോൾ ഇവരുടെ താമസമൊക്കെ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ തീർത്തിട്ട് പോവുകയാണ്. ഈ ട്രെയിനിലെ തന്നെ എന്തൊരു ഇതാണെന്നല്ല അറിയാമോ? വളരെ ബോറാണ്, വൃത്തികേടായിട്ടാണ് ചെയ്യുന്നത്. ഇത്ര വൃത്തികേട് ഇപ്പോൾ. അപ്പം ഇതൊക്കെ ഈ ട്രെയിനിലും TTR അവരവരൊക്കെ ഈ വരുന്നത് ചെക്ക് ചെയ്യുകയൊക്കെ വേണം.
കാരണം ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്നുള്ളത് തന്നെ തീർത്തു പറയണം. അല്ല അങ്ങനെയുള്ളവരെ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക ഈ വൃത്തികേട് കാണിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാന്യന്മാരായ മനുഷ്യരൊക്കെ ഈ ട്രെയിനിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പോണ ഒരു വണ്ടിയാണ് ട്രെയിൻ, മനസ്സിലായില്ലേ? മാന്യന്മാരായ ജനങ്ങളുണ്ടാവും, അല്ല പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ ഉണ്ടാവും, സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ പോണവരൊക്കെ ഉണ്ട്, മാന്യമായിട്ട് ബസ്സിലായാലും ട്രെയിനിലായാലും ഒക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ കൂടെ പറയിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ചില അവതാരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇവനൊക്കെ എവിടുന്ന് കെട്ടും പൊട്ടിച്ചു വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വളരെ മോശം ചീപ്പ് പരിപാടിയാണ് കേട്ടോ. വൃത്തികേടെന്ന് പറഞ്ഞാൽ ഇത്ര അങ്ങനത്തെ വൃത്തികേട്. ഇവർക്ക് ചിലപ്പോൾ അതൊന്നൊരു ഹരമാണ്. ഇപ്പോൾ ആരെങ്കിലും കണ്ടാലും കുഴപ്പമില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? എന്തത്? പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരു ഗാനം, നമുക്കൊരു മോഹം. എന്തെങ്കിലും ഈ പാട്ടിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇതൊക്കെ കാണും പാടാതിരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ശരി, എന്നാൽ വേറെ അടുത്ത വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട്, ട്രെൻഡിങ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇതുപോലുള്ള രാസലീലകൾ, അതായത് ഈ കേളി ലീലാവിലാസങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതൊക്കെ തെറ്റല്ലേ? ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.